അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ ലോകം അവസാനിക്കുകയില്ല, ഒരു നാൾ വരുന്നത് വരേക്കും. അന്ന് കൊല്ലുന്നവൻ താൻ എന്തിനാണ് കൊല്ലുന്നതെന്നോ കൊല്ലപ്പെട്ടവൻ താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയുകയില്ല. ഈ ഹദീസ് പ്രകാരം നിലവിലുള്ള കാലഘട്ടത്തെപ്പറ്റി, സാമൂഹിക അവസ്ഥയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പ്രവചിച്ചതാണ്. ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ, അത് ഈ കാലഘട്ടത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടവയാണെന്ന്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുമ്പോഴും നമ്മളിൽ എത്ര പേർ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാറുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട്. ആ കഴിവിനെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കാറുണ്ട്? ഇന്നത്തെ നമ്മുടെ ഓരോ പുലരികളും തുടങ്ങുന്നത് ഓരോ തരം വാർത്തകൾ കേട്ടിട്ടാണ്. സ്വന്തം മാതാവിനെ മകൻ കൊല്ലുന്നു, മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്നു, സുഹൃത്തുക്കൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ചെറിയ പ്രശ്നങ്ങൾ പോലും അവർ ആയുധങ്ങളെ സുഹൃത്തുക്കളാക്കി സംസാരിക്കുന്നു. എങ്ങനെയാണ് സ്വന്തം മാതാവിനെ തന്നെ 9 മാസം വയറ്റിൽ ചുമന്ന് പാലൂട്ടി വളർത്തി ഇത്രത്തോളമാക്കിയ സ്വന്തം മാതാവിനെ കൊല്ലാൻ മക്കളുടെ കൈ പൊങ്ങുന്നത്? ഇതൊരിക്കലും അവർ സ്വയബോധത്തോടെ ചെയ്യുന്നതായിരിക്കില്ല. ഇതെല്ലാം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയുടെ കളികളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടേണ്ട പേരന്റിങ് ശരിയല്ലാത്തത് കൊണ്ടാണ്. മാതാപിതാക്കൾ മക്കളെ ചെറുപ്രായത്തിൽ തൊട്ടേ അവരുടെ ചിട്ടകൾക്കനുസരിച്ച് തന്റെ കൈക്കൊമ്പിളിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ മക്കളോ ഒരു പരിധി എത്തുമ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടുന്ന ആ ഒരു സമയം അവർക്ക് കിട്ടുന്ന ആ ഫ്രീഡത്തെ വല്ലാതെ മിസ്യൂസ് ചെയ്യാറുണ്ട്. കാരണം അവർ അത്രയും നാളും ജീവിച്ചത് ഒരു മാതാപിതാക്കളുടെ ചെറിയൊരു വലയത്തിനുള്ളിലായിരിക്കും. പക്ഷെ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർക്കുള്ളത് വലിയൊരു ലോകമാണ്. നമ്മുടെ മക്കൾ പാവങ്ങളായിരിക്കും, പക്ഷെ ഒരിക്കലും നമ്മുടെ മക്കളുടെ കൂടെയുള്ളവർ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവർ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ നമുക്കും ചെയ്യാം എന്നൊരു വിശ്വാസത്തോടെയാണ് അവർ ഓരോ കാര്യങ്ങളും തുടങ്ങുന്നത്.